ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഹോം മെയ്ഡ് സ്ക്വാഷാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്ക്വാഷാണ്. ജിഞ്ചർ ലൈം സ്ക്വാഷാണ് ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു മീഡിയം സൈസിൽ 2 ചെറിയ കഷ്ണം ജിഞ്ചർ എടുത്തിട്ടുണ്ട്. അതുപോലെ 3 ചെറിയ ലെമൺ എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യമുള്ള ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂടുതലോ കുറവോ എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇഞ്ചി കഷ്ണങ്ങൾ ചെറുതായിട്ട് മിക്സി ജാറിലേക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. ഇത് നമുക്ക് ഇഞ്ചിയുടെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ ഹെൽത്തി റെസിപ്പീസ്, എസ്പെഷ്യലി കൂൾ ഡ്രിങ്ക്സൊക്കെ ആക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുടിക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ ഹെൽത്തി വേർഷനായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ഇഞ്ചിൻ്റെ കഷ്ണങ്ങളും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് വെള്ളം തന്നെ ഒഴിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അടിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കണം. ഇതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കണം. ആ സമയത്ത് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അതിനകത്തേക്ക് ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര പാനിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതവിടെ നിന്ന് കുക്കാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ ലെമണൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ലെമൺ മുറിച്ചിട്ട് നമുക്ക് ലെമണിൻ്റെ നീരെടുക്കണം. ലെമൺ ഞാൻ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ ലെമണൊക്കെ പിഴിഞ്ഞെടുക്കണം. ഇവിടെ ഞാൻ പാരലായിട്ട് ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ലെമൺ ഇവിടെ ഞാൻ 2ആയിട്ട് ഇതുപോലെ എല്ലാ ലെമണും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സാധനം വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. എല്ലാ ലെമണും നമ്മളിതുപോലെ പിഴിഞ്ഞ് ഇതിൻ്റെ ഫുൾ നീരും എടുക്കണം. ഇപ്പോൾ ഒരു 1/4 കപ്പിലും കൂടുതലായിട്ട്, പക്ഷേ 1/2 കപ്പില്ല, അത്ര ഒരു അളവിലാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇത്രയും എടുത്തിട്ടുണ്ട്. ഞാനൊരു 200 ml to 300 ml ഇടക്കാണ് സ്ക്വാഷ് ആക്കുന്നത്. അത്രയും ക്വാണ്ടിറ്റി ആക്കണം. അപ്പോൾ അതിന് ഇത് മതിയാവും. നിങ്ങൾ എത്ര ആക്കുന്ന അതിനനുസരിച്ച് നമ്മൾ കൂട്ടുകയും കുറക്കുകയും ചെയ്യുക. ഇതേ സമയത്ത് ഞാനിവിടെ ജിഞ്ചർ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതുപോലെ ഒരു ചെറിയ അരിപ്പ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാം. അപ്പം ഈ ഇഞ്ചിയുടെ നീര് ഫുള്ളായിട്ടും നമ്മളിതിലേക്ക് ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് അമർത്തി പിഴിഞ്ഞെടുക്കണം. ഇങ്ങനെ ഫുൾ നമ്മൾ ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യണം. ഇതിലേക്ക് നന്നായി പിഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് എടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇതിൽ ബാക്കി വരുന്ന സാധനം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ട് ഇത് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുക. അന്ന് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 ദിവസം വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കളയേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിള വരുമ്പോഴേക്കും നമുക്ക് ഒന്നും കൂടി ഇതുപോലെ ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഈ ജിഞ്ചറിൻ്റെ പേസ്റ്റ് അല്ലെങ്കിൽ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ജിഞ്ചർ നല്ല സ്ട്രോങ് ആയ സാധനമായതുകൊണ്ട് നമ്മളൊന്ന് നന്നായി കുക്ക് ചെയ്യണം. അപ്പോൾ നല്ലതായിട്ട് അതൊന്ന് കുക്കായി വരണം. അത് ഇങ്ങനെ ഇളക്കി നമുക്ക് കുറച്ച് സമയത്തേക്ക് അങ്ങനെ കുക്ക് ചെയ്യാം. അപ്പോൾ നല്ല തിള വരണം. അപ്പോഴേക്കും അതിൻ്റെ കുക്കിംഗ് കറക്റ്റ് ഒരു പാകമായിട്ട് വരും. അങ്ങനെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബാക്കിയുള്ള ലൈം ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കാം. ഒഴിച്ച് കഴിഞ്ഞിട്ട് ലൈം ജ്യൂസിൽ എന്തെങ്കിലും ഇതുപോലെ കുരുവൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണം. നമ്മൾ അധിക സമയം ഇത് കുക്ക് ചെയ്യില്ല. ഈ ചൂടിൽ തന്നെ നമുക്ക് ഇത് കുക്കായി കിട്ടും. അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതുപോലെ വെറുതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ലൈം ജ്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഞാൻ വേറെ പാത്രത്തിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു കപ്പിൽ ഒഴിക്കുന്നത്. ഇത് ശരിക്കും ഭയങ്കര ചൂടുണ്ട് കേട്ടോ. നന്നായി തണുക്കണം. അപ്പോൾ നമുക്കിത് തണുത്തിട്ട് ഒരു ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതുപോലെ ഒരു 200 ml ഒരു ബോട്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിത് ആവശ്യത്തിന് ഇങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ആവശ്യമുള്ളപ്പോൾ സെർവ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് ഭാഗം എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര വേണമെങ്കിൽ ഇട്ടാൽ മതി. ഓൾറെഡി ഉണ്ട് പഞ്ചസാര ഇതിൽ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ നല്ലൊരു കൂൾ ഡ്രിങ്ക് വീട്ടിൽ തന്നെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു, ബൈ.